ഹലോ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദുബായ് ഷാർജ ബോർഡറിലാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ദുബായ് സൈഡിലാണ്. പക്ഷെ എൻ്റെ പിറകിൽ ഒരു വേലി കാണുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന ആ ലോങ് ബിൽഡിങ് നമ്മുടെ ഷാർജ ഭാഗത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ പേര് സഹാറ സെൻറ്റർ ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് കടന്ന് പോകാൻ പറ്റും. അപ്പം ഇവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ, ദുബായ് ജോലി ചെയ്യുന്ന ആൾക്കാർ റെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് ദുബായ് അപേക്ഷിച്ച് ഷാർജയിലായതുകൊണ്ട് ഷാർജയിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ മാളിൽ ഉള്ള എൻട്രൻസിൽ കൂടെ കയറി വന്നാൽ ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ ദുബായ് സൈഡിൽ നിന്ന് ബസ് കയറിയിട്ട് മെട്രോ ആക്സസ് ഉണ്ട്. എല്ലാ ബസ്സിന് F23, F24 ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങാൻ പറ്റും. അവിടുന്ന് മെട്രോയിൽ യാത്ര ചെയ്യാവുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ബസ്സിന് ഡയറക്റ്റ് യാത്ര ചെയ്തിട്ട് നമുക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നവരുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ബസ് സ്റ്റോപ്പാണത്. ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ്. F23 F24 ഇതാണ് ലാസ്റ്റ് ബസ് സ്റ്റോപ്പ്. നമ്മൾ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ താമസ സ്ഥലത്തേക്ക് ജസ്റ്റ് ആ വേലി ക്രോസ് ചെയ്ത് അപ്പുറം കടന്നാൽ എത്തും. സഹാറ സെൻറ്റർ നോക്കിക്കേ, ഭയങ്കര നീണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അത് മാളാണേ, വലിയ മാളാണത്. നമ്മൾ മുന്നേ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നേരെ ക്രോസ് ചെയ്ത് ഇവിടെ വരും. ഇവിടുന്ന് ബസ് കയറി പിന്നെ ജോലി സ്ഥലത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു. മെട്രോയിലേക്കും പോകാൻ പറ്റും. അതുപോലെ ബസ്സിന് നമുക്ക് പോകേണ്ട ദൂരമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ബസ്സിന് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ മെട്രോ ആക്സസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കാനില്ല ബസ്സിൽ. അത്രയും യാത്ര ചെയ്താൽ മെട്രോ സ്റ്റേഷനിലെത്തും. നമ്മളുടെ പുറകെ കൂടെ നടന്നു പോകുന്നവരൊക്കെ ഇതുപോലെ ബസ്സിന് വന്ന് ഇവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് വന്ന് എല്ലാ ബിൽഡിങ്ങൊക്കെ അത്യാവശ്യം 1-2-3 ബിൽഡിങ്ങൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ റെൻറ്റ് ഏകദേശം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 ബെഡ്റൂം, അപ്പം നമ്മൾ സെയിം 2 ബെഡ്റൂമിൻ്റെ റേറ്റാണ് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന ദുബായ് സൈഡിലാണ്. അവിടെ ഇപ്പോൾ ഒരു 60,000 ദിർഹംസ് അങ്ങനെ ആണ് വർഷത്തിലെ റെൻറ്റ് വരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് 52,000 ആണ് ഏറ്റവും കൂടിയ റെൻറ്റ് കണ്ടത് 2 ബെഡ്റൂമിന്. 52,000 ആ ഒരു റേഞ്ചിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റുന്ന പോലെ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള സ്ഥലത്താണ് നമ്മൾ പറയുന്നത് 50,000, അല്ലെ 49, 52 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലാണ് നമുക്ക് കാണുന്നത്. ഇവിടെ എടുക്കണമെങ്കിൽ മാക്സിമം ഒരു 52,000 ആണ് വരുള്ളൂ. ഇത്രയും ക്ലോസ് ആയിട്ട് ഉള്ള ദുബായ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറണമെങ്കിൽ. അതേ സമയത്ത് നമ്മൾ ദുബായിൽ താമസിക്കുമ്പോൾ അവിടെ എന്തായാലും മിനിമം 60,000, 59 ആ ഒരു റേഞ്ച് ഉണ്ട് 2 ബെഡ്റൂമിന്. 1 ബെഡ്റൂമിനും ഏകദേശം അവിടെ ഒരു 45 ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു 40,000, 35 തൊട്ട് 40 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഒരു വർഷത്തിനുള്ള റെൻറ്റ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ അടുത്തോട്ട് ദുബായ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന പോലെ അങ്ങനെ താമസിക്കണമെങ്കിൽ ഈ സൈഡ് എടുത്താൽ എല്ലാത്തിനും സൗകര്യമുണ്ട് കേട്ടോ. സഹാറ സെൻറ്റർ ഉണ്ട്, നെസ്റ്റോ ഉണ്ട്, അടുത്ത് ലുലു ഉണ്ട്, അൻസാർ മാൾ ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ഇപ്പം പിന്നെ ഇവിടെ മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ രാവിലെ സിനിമ കാണാൻ വരുന്നതൊക്കെ ഓർക്കുന്നില്ല വെച്ചാൽ 10:30 ഷോയ്ക്കൊക്കെ. കാരണം ഇതിൻ്റെ അകത്ത് സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന് രാവിലെ കാണുമായിരുന്നു, സിനിമയൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് മാറി. ഈ പ്രാവശ്യം വന്നപ്പോൾ മാറിയതാണ്. പിന്നെ ഇപ്പം ആ കോവിഡിൻ്റെ സമയത്ത് പൊതുവെ എല്ലായിടത്തും റെൻറ്റ് കുറഞ്ഞായിരുന്നു ഇരുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഇച്ചിരി കുറച്ച് കുറവിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിലങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിള്ളേരെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ സെറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ മാറിയേനെ.